പ്രതിപക്ഷ നേതാവും ഏറ്റുമുട്ടുന്നു. ഇന്നലെയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഏറ്റുമുട്ടി. ഇന്നിപ്പോൾ ചോദ്യോത്തര വേളയിലാണ് ടി സിദ്ദീഖിന്റെ ചോദ്യം മനസ്സിലായില്ല എന്ന സ്പീക്കറുടെ പരാമർശത്തെ പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് സ്പീക്കറിനോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സ്പീക്കർ പറയുന്നത് അത് ചോദ്യമായിരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് താൻ ഇടപെട്ടു എന്നാണ്. പക്ഷേ അത് പ്രതിപക്ഷത്തോട് മാത്രമാണ്. കേൾക്കാം. മുമ്പ് കുട്ടികൾ ഏത് സബ്ജക്ട് പഠിക്കണമെന്ന് തീരുമാനിച്ചത് അച്ഛനമ്മമാരാണ് സർ. ഇപ്പോ ഒരു നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾ ഏത് സബ്ജക്ട് പഠിക്കണം, എവിടെ പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ്. അതൊരു ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് സർ. എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം, നിരവധി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കുക സർ. മുഹമ്മദ് ജാസിം എന്ന് പറയുന്ന ENT അതുപോലെ സൈക്യാട്രി ഡിസബിലിറ്റി ഉള്ളതായിരിക്കുന്ന ഒരു കുട്ടിക്ക് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് മൂപ്പൈനാട് പഞ്ചായത്ത്. അവിടെയുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് കർണാടകയോട് ചേർന്ന് കിടക്കുന്നതായിരിക്കുന്ന കാട്ടിക്കുളത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയത്. 3.5 മണിക്കൂർ യാത്രയാണ്. എന്ത് ചെയ്യും സാർ? ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇതാണ് ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം. ചോദ്യം സർ, ഇഷ്ട വിഷയങ്ങൾ ലഭിക്കാൻ A+ കിട്ടിയതായിരിക്കുന്ന കുട്ടികൾക്ക് വരെ ഇഷ്ട സബ്ജക്ട് കിട്ടാത്തതായിട്ടുള്ള ഗുരുതരമായ സാഹചര്യം സർ. ഫുൾ A+ കിട്ടിയതായിരിക്കുന്ന കുട്ടികൾ സർ, എന്റെ ചോദ്യം ചോദിക്കുക. ഫുൾ A+ കിട്ടിയതായിരിക്കുന്ന കുട്ടികൾക്ക് വരെ കിട്ടാത്ത സാഹചര്യം സർ. എന്റെ ചോദ്യം സർ, ഈ സീറ്റ് പ്രശ്നം ഒരു വർഷം പുതുതായി വരുന്നതല്ല, തുടർച്ചയായി എല്ലാ വർഷവും വരികയാണ്. എത്ര കുട്ടികൾ SSLC എഴുതുന്നു എന്നുള്ളത് സർക്കാരിന് മുമ്പിൽ കണക്കുണ്ട് സർ. ഈ കുട്ടികൾക്ക് ഹയർ സെക്കൻഡറിക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പശ്ചാത്തലം ഒരുക്കാൻ മുൻകൂട്ടിയുള്ള നടപടി സ്വീകരിക്കാതെ റിസൾട്ടിന് ശേഷം പ്രവണത അവസാനിപ്പിച്ച് മുൻകൂട്ടിയുള്ള നടപടികൾക്ക് സർക്കാർ നേതൃത്വം കൊടുക്കൂ. ചോദ്യം ആർക്കും തിരിഞ്ഞിട്ടില്ല. ഈ കമന്റാണ് പ്രശ്നമായത്. ചോദ്യം എന്താണെന്ന് ആർക്കും തിരിഞ്ഞിട്ടില്ല എന്നതാണ്. ചോദ്യം വളരെ കൃത്യമായിട്ട് തിരിഞ്ഞിട്ടില്ലല്ലോ. ഇത് എല്ലാ വർഷവും സംഭവിക്കുന്നതാണ്. എല്ലാ വർഷവും ഇങ്ങനെ സംഭവിക്കാതെ ഇരിക്കാൻ സർക്കാർ ശ്രമിക്കുമോ എന്നതായിരുന്നു ചോദ്യം. ശരിയാണ്, അതിന്റെ ഭാഗത്ത് അതിന് മുമ്പ് സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ചോദ്യം എന്നതിനും അപ്പുറത്തേക്ക് ചോദ്യം തിരിയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചോദ്യം തിരിഞ്ഞിട്ടുണ്ട് എന്നതാണ് നമുക്കും ബോധ്യമാവുന്നത്.